കോൺഗ്രസ് പോലെ BJP പോലെയുള്ള ആളുകളാണ് ഇടതുപക്ഷത്തിലുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് എന്ന് പറഞ്ഞിരിപ്പിച്ചില്ലേ? ഇനിയും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നാൽ ഇവിടെ മതമുണ്ടാവില്ല, വിശ്വാസമുണ്ടാവില്ല. ആ നിരക്കല്ലേ പ്രചരണങ്ങൾ നടന്നത്? PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ മാത്താങ്ങത്തുകളാണ് ഇവിടെ നടത്തിയത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ക്ഷമാപണം നടത്തണം ഈ സമൂഹത്തോട്. എന്തൊക്കെയായിരുന്നു അവര് പറഞ്ഞിരുന്നത്? വഖഫ് ബോർഡിന്റെ നിയമനത്തിൽ PSC മുഖേന മുസ്ലിം എംപ്ലോയീസിനെ, മികച്ച മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ നിശ്ചയിച്ചാൽ മതിയെന്ന് ഇടതുപക്ഷം തീരുമാനിച്ചു. അപ്പൊ എന്തായിരുന്നു ലീഗ് പറഞ്ഞ് പ്രചരിപ്പിച്ചത്? എല്ലാ മതക്കാർക്കും PSCയിലൂടെ വഖഫ് ബോർഡിൽ വരാനുള്ള, വഖഫ് ബോർഡിന്റെ ജീവനക്കാരാകാനുള്ള വാതിലാണ് ഇടതുപക്ഷം തുറന്നിട്ടിരിക്കുന്നത് എന്ന്. ഞാനാണ് ആ ബില്ല് അവതരിപ്പിച്ചത് കേരള നിയമസഭയിൽ. അത് പ്രത്യേകം ആ ബില്ലിൽ ഉണ്ടായിരുന്നു. PSC റാങ്ക് ലിസ്റ്റ് നോക്കി അതിൽ നിന്ന് മുസ്ലിം ആയിട്ടുള്ള യോഗ്യരായവരെ വഖഫ് ബോർഡിൽ നിയമിക്കാം. അത് ഞാനന്ന് വെറുതെ പറഞ്ഞതായിരുന്നില്ല. വഖഫ് ബോർഡ് സന്ദർശിച്ച സമയത്ത് ഓരോ സർക്കാരുകൾ വരുമ്പോഴും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഒരു പരീക്ഷ പോലും നടത്താതെ നിയമിക്കപ്പെടുന്ന ആളുകളുടെ അയോഗ്യത കണ്ട് ഒരു ഇംഗ്ലീഷ് വാചകം പോലും എഴുതാൻ സാധിക്കാത്ത ആളുകൾ ആ ഓഫീസിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിനൊരു അറുതി വരുത്താൻ ഏറ്റവും മികച്ച മുസ്ലിം എംപ്ലോയീസിനെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനെതിരെയാണ് കോഴിക്കോട്ട് കടപ്പുറത്ത് ആളെ സംഘടിപ്പിച്ചുകൊണ്ട് വഖഫ് ഇതാ ഇല്ലാതാകുന്നു, കമ്മ്യൂണിസ്റ്റുകാർ വഖഫ് കൂടി മുണങ്ങുന്നു, ഇത് തമർത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് തനി വർഗീയ പ്രചരണം നടത്തി ആളുകളെ സംഘടിപ്പിച്ച് സർക്കാരിനെതിരായിട്ട് നിന്നത്. എന്നിട്ട് അതേ ആളുകൾ എംപ്ലോയീസ് ആയിട്ട് മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തിയവർ ഇപ്പോഴെന്താ ഹൈക്കോടതിയിൽ കൊടുത്തത്? കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡിൽ ഏറ്റവും ചുരുങ്ങിയത് 2 അമുസ്ലിം അംഗങ്ങളെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വ്യവസ്ഥ പാലിക്കാതെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത്. ആ വഖഫ് ബോർഡ് പിരിച്ചുവിടണം. അത് പിരിച്ചുവിട്ടാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി 2 അമുസ്ലിങ്ങൾ ഉൾപ്പെടെ വഖഫ് ബോർഡ് ഞങ്ങൾ പുനഃസംഘടിപ്പിക്കാം